കെ.സി. വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. CPM എന്ന പ്രസ്ഥാനം തകരും, പക്ഷേ 25 കൊല്ലത്തേക്ക് UDF ഇവിടെ ഭരിക്കും എന്നൊക്കെ പറയുന്നത് അല്പം അതിശയോക്തിയല്ലേ എന്ന് കെ.സിയോട് ചോദിക്കുന്നു. CPM ഇപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ അവരുടെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികൾ പോലെ തന്നെ വ്യാപകമായി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ പല വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഇടപെട്ടിട്ട് അതുകൊണ്ട് അവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ CJP വിഷയം തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാലമെത്രയായി, അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങൾ നിർത്തിയിട്ട് ദിവസങ്ങളായി. എന്നിട്ടും CPM-ഉം CPM-ലെ ചില നേതാക്കളും ഇപ്പോഴും ഇതൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രത്യേകിച്ചും MV ജയരാജനെ പോലെ ഒരാൾ. MV ജയരാജൻ വൈകാതെ തന്നെ നിയമ നടപടികളെ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം പണ്ട് ഹൈക്കോടതി ജഡ്ജിയെ കയറി ശുംഭൻ എന്ന് വിളിച്ചു. എന്നിട്ട് ശുംഭന്റെ അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്നാണ് എന്ന് ഏതോ ഒരു സംസ്കൃത പണ്ഡിതനെ കൊണ്ട് കോടതിയിൽ പറയിച്ചു. പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ലായിരുന്നു. പ്രകാശം പരത്തുന്നവൻ എന്ന് ജഡ്ജിയെ വിളിക്കേണ്ട കാര്യം എന്താണ് എന്ന് കോടതി ചോദിച്ചപ്പോൾ ജയരാജൻ്റെ അഭിഭാഷകന് ഉത്തരം മുട്ടി. ഈ രീതിയിൽ വലിയ നിയമ നടപടികളെ നേരിട്ട പരിചയം കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പണ്ട് വിളിച്ചതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ, ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മയെ വിളിക്കേണ്ടി വരും, ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയത്. CPM-ൻ്റെ ഏതോ ഒരു പരിപാടിയിൽ, കണ്ണൂരിൽ നടന്ന ഏതോ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ MV ജയരാജൻ ഞാൻ ഇനിയും വിളിക്കും എന്നുള്ള ഭീഷണി ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എതിരെ നടത്തിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ. CJP സമരത്തിൽ യുവാക്കളെ അല്ലെങ്കിൽ അതിൽ പ്രതിപാദിച്ചവരെ അതാരാണ് എന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ദേശാഭിമാനിയോ കൈരളിയോ റിപ്പോർട്ട് ചെയ്തോ എന്നത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഞാൻ ഇനിയും പണ്ട് വിളിച്ചതുപോലെ, പേര് പറഞ്ഞില്ല, ശുംഭൻ എന്ന് തന്നെ, ശുംഭൻ എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പുതിയ അസഭ്യപദങ്ങളോ പരിഹാസ പദങ്ങളോ വിളിക്കും, എനിക്ക് ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറയാൻ ഉള്ള ആ ഒരു ധൈര്യം, ജയരാജൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ നീതി സംവിധാനത്തിൻ്റെ ഉന്നത നീതിപീഠത്തിൻ്റെ തലവനായ വ്യക്തിയെ ഞാൻ അങ്ങ് വിളിച്ച് ശരിയാക്കി കളയും എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പറയാനുള്ള ആ ഒരു അറിവും പ്രാപ്തിയുമൊക്കെ എന്തായാലും MV ജയരാജൻ എന്ന പഴയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ തീർച്ചയായിട്ടും CPM-നെ അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഇത് പരാതി കൊടുക്കേണ്ട വിഷയമാണ്, സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം ഉയർന്നു വരുന്നത്. ആരെയും ഭയമില്ലാതെ ഏകാധിപത്യ ഭരണം നടത്തുന്ന ഒരു രാജ്യമല്ല ഇത് ജനാധിപത്യം പുലരുന്ന രാജ്യമാണ്. ഇവിടെ CPM എന്ന വെറും ഈർക്കിലിൻ്റെ 10-1 മാത്രമുള്ള പാർട്ടി, കേരളത്തിൽ മാത്രമുള്ള ഈ ഈർക്കിൽ പാർട്ടിയുടെ, ഈർക്കിലിന് പോലും നാണക്കേടാണ്, ഈർക്കിൽ പാർട്ടിയുടെ ഒരു നേതാവെന്നൊന്നും പറയാൻ പറ്റില്ല, പഴയ സെക്രട്ടറി ഇത്തരത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയൊക്കെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഗുരുതരമായ വിഷയമാണ്, എത്രത്തോളം നിയമലംഘനമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് MV ജയരാജന് ഇനിയും പറഞ്ഞു കൊടുക്കണം. പിന്നെ ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്തായാലും ജയിൽ ശിക്ഷ ഉണ്ടാവുകയുള്ളൂ, വധശിക്ഷയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല, അതിനുള്ള തൻ്റെ ഇടവും ആർജവും ഒക്കെ തനിക്കുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങേണ്ടതാണ്. ഇത് കേട്ട് നിൽക്കുന്നവർ ആരെങ്കിലും, ഇന്ത്യൻ ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കംപ്ലൈൻ്റെങ്കിലും എഴുതി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊടുക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.